Meet the editors. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന സ്വാഗതം ചെയ്ത 3 പേരുടെയും കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. ചരൺ സിംഗിന്റെ കൊച്ചുമകൻ അധ്യക്ഷനായ രാഷ്ട്രീയ ലോക്ദൾ എൻഡിഎയിലേക്കെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഭാരതരത്ന പ്രഖ്യാപനം. ഭാരതരത്നയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപനം നടത്തി. 3 പേരുടെയും സംഭാവനകൾ എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. ഇതോടെ ഇത്തവണ ഭാരതരത്ന നൽകി രാജ്യം ആദരിക്കുന്നവരുടെ എണ്ണം 5ആയി. നേരത്തെ കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി എന്നിവർക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെയാണ് ഇത്തവണത്തെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയന്ത് ചൗധരി നേതൃത്വം നൽകുന്ന RLD NDA പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ച സമയത്താണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് മോദിക്ക് അറിയാമെന്ന് ജയന്ത് ചൗധരി പ്രതികരിച്ചു. നരസിംഹറാവുവിന് ഭാരതരത്ന നൽകാത്തതിൽ കോൺഗ്രസിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിൽ എത്തിയത്. അതേസമയം രാഷ്ട്രീയം നോക്കിയല്ല മോദി സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ കാല കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചിരുന്ന, അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്ന ശ്രീ M.S. സ്വാമിനാഥൻ, കർഷകരുടെ നേതാവായിരുന്ന ശ്രീ ചൗധരി ചരൺ സിംഗ്, അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശ്രീ പി വി നരസിംഹറാവു, മുൻ പ്രധാനമന്ത്രി, ഇവർക്കെല്ലാവർക്കും ഭാരതരത്ന കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയിട്ടല്ല, അവരേത് സംസ്ഥാനത്തു നിന്ന് ജനിച്ചതാണെന്ന് നോക്കിയിട്ടല്ല, പകരം അവരർഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ടാണ്. റിപ്പോർട്ടർ, ദില്ലി. ഭാരതരത്ന രാഷ്ട്രീയ തന്ത്രമോ എന്നതാണ് ചോദ്യം. സുജയിൽ നിന്ന് തുടങ്ങാം. ഭാരതരത്ന ഇത്തവണ നൽകിയിരിക്കുന്ന 5 പേരും അർഹിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അനൗൺസ് ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സാധാരണ വർഷത്തിൽ പരമാവധി 3 പേർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇത്തവണ 5ലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ 5ലേക്ക് ഉയർത്തിയിരിക്കുന്നതും 5 എന്ന് പറയുന്നത് സർവ്വകാല റെക്കോർഡാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു കൃത്യമായ രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ഇപ്പോൾ നോക്കൂ, പി വി നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, M.S. സ്വാമിനാഥൻ, ഈ 3 പേരുടെയും പേരാണ് ഇന്ന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത്. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് M.S. സ്വാമിനാഥൻ. നേരത്തെ MGRന് കിട്ടിയെങ്കിലും അദ്ദേഹം തമിഴ്നാട്ടുകാരനായി അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ LK അദ്വാനിക്ക് കൊടുത്തത് ഒരു രാഷ്ട്രീയ തീരുമാനം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ, നരേന്ദ്രമോദിയുടെ മുൻഗാമി, അങ്ങനെയുള്ള പല പല റീസൺസ് നമുക്ക് പറയാം. കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നത് എപ്പോഴാണ്? കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നതും ഇതുപോലെ തന്നെ തുടർന്ന് ബീഹാറിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്താണ് എന്നത് നമ്മൾ കൃത്യമായി കാണുന്നു. അതിനുശേഷമാണ് ഈ 3 പേരുടെ പേര് അനൗൺസ് ചെയ്തത്. അതിൽ പി വി നരസിംഹറാവുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന 91-96 കാലഘട്ടം. അപ്പോഴാണ് ഈ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പാക്കുന്നത്. നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറയുന്നത് അതേക്കുറിച്ചാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പാത വെട്ടിത്തുറന്നിട്ട് തന്ന പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരനായ നരസിംഹറാവുവിനല്ല, ഈ നടപ്പാക്കിയ പരിഷ്കാരത്തെക്കുറിച്ച്, ആ പരിഷ്കാരത്തിന് ഒരു ന്യായീകരണം, ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളുടെ തുടർച്ചയ്ക്ക് ഒരു ന്യായീകരണം നരസിംഹറാവുവിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും ഇവിടെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആന്ധ്രാപ്രദേശാണ്. ഇന്ന് ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കുകയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുകയാണ്. നേരത്തെ ബീഹാറിൽ ഫോക്കസ് ചെയ്യുന്നു, ഇപ്പോൾ പി വി നരസിംഹറാവുവിലൂടെ ആന്ധ്രാപ്രദേശിൽ ഫോക്കസ് ചെയ്യുന്നു. ഈ നരസിംഹറാവുവിൻ്റെ കൊച്ചുമകൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ഒരു രാഷ്ട്രീയ മറുപടി കുടുംബത്തിൽ നിന്ന് തന്നെ, കോൺഗ്രസിൽ നിന്ന് തന്നെ കോൺഗ്രസിനിട്ട് കൊടുപ്പിക്കുക എന്നുള്ളതാണ്. പി വി നരസിംഹറാവുവിൻ്റെ ഗ്രാൻഡ് സൺ NV സുഭാഷ് പറഞ്ഞത് ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം ഒരു ബലിയാടാക്കി. അതെ, ഇന്ന് പറഞ്ഞത് നെഹ്റു കുടുംബമാണ് ബലിയാടാക്കുന്നത്.
അതായത് കൃത്യമായി പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ഇന്ന് നിറവേറ്റുന്നുണ്ട് എന്നതാണ്. അല്ല, പി.വി. നരസിംഹറാവുവിന്റെ ഡെഡ് ബോഡി AICC ആസ്ഥാനത്ത് വെച്ചിട്ടില്ല. അതെ, അത് ആദ്യം മുതലേ കുടുംബത്തിലെ അതൊക്കെ പ്രശ്നമുണ്ട്. ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. 2004 മുതൽ 2014 വരെയുള്ള UPA കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് പി.വി. നരസിംഹറാവുവിനെയാണ്. ആ അപമാനത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് ഭാരതരത്നയിലൂടെ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയെ എടുത്തു പറയുന്നത്. ഭാരതരത്ന വിടൂ, ഏത് തരത്തിലുള്ള പുരസ്കാരം വിടൂ, ഈ നെഹ്റു കുടുംബം എന്താണ് ചെയ്തത്? നെഹ്റു കുടുംബം നരസിംഹറാവുവിനെ കോൺഗ്രസിന്റെ നയസമീപനങ്ങളിലെ പരാജയങ്ങൾക്ക് എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല എന്നാണ് സുഭാഷ് പറയുന്നത്. അത് വളരെ റിലവൻ്റ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒപ്പം നിന്നവരെ ചവിട്ടിത്താഴ്ത്തുന്ന, തള്ളിക്കളയുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിന് എന്നത് ഈ പുരസ്കാരം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്നായിരിക്കാം, എങ്കിൽ പോലും കുടുംബത്തിലുള്ള ഒരാളെ കൊണ്ട് പറയിക്കുകയാണ്. സോണിയാഗാന്ധി പക്ഷേ ഇന്ന് അദ്ദേഹം BJP-കാരനാണെന്ന് പറയണം കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ BJP-യുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പി.വി. നരസിംഹറാവുവിന്റെ ഗ്രാൻഡ് സൺ എന്ന പോയിന്റും വാലിഡ് ആണ്. ദാറ്റ്സ് മൈ ടേക്ക്. പി.വി. നരസിംഹറാവുവിന്റെ ഗ്രാൻഡ് സണ്ണിനെ കൊണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ആദ്യത്തെ തന്ത്രം, ഭാരതരത്ന കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ തന്ത്രം. ഒപ്പം നിർത്തിക്കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറയിപ്പിക്കുന്നു. നിങ്ങൾ കൂടെ നിന്നിട്ടും കാര്യമില്ല, നിങ്ങളെ ഇതുപോലെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന പാരമ്പര്യമാണ് നെഹ്റു കുടുംബത്തിന് എന്ന് പലരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ്. ഒപ്പം നിന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. കർപ്പൂരി ഠാക്കൂറിന്റെ കാര്യത്തിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് നിതീഷ് കുമാറിനെ കൊണ്ട് പറയിച്ചു. ഇത്രയും കാലം UPA അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്ന് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു, പക്ഷേ കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞു എന്ന് പറയിപ്പിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് ഈ അനൗൺസ് ചെയ്യുന്ന അതേ ദിവസമാണ്. അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന്റെ ആ ദിവസത്തിൽ നിതീഷ് കുമാർ പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ സുഭാഷിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇനി ചൗധരി ചരൺ സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചൗധരി ചരൺ സിംഗിന്റെ സ്ഥലം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ഇക്കുറി 80-80 എന്നുള്ളതാണ് BJP-യുടെ ടാർഗറ്റ്. അതിൽ കുറഞ്ഞൊന്നും അവർ ആലോചിക്കുന്നതേയില്ല. കാരണം 400+ എന്ന മാജിക് ഫിഗറിലേക്ക് എത്തണമെങ്കിൽ ഉത്തർപ്രദേശ് തൂത്തുവാരിയേ പറ്റൂ. അപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് നിയമസഭയിൽ, പിന്നെ ഉത്തർപ്രദേശിൽ മന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെയുള്ള UP-യിലെ ഭൂപരിഷ്കരണത്തിന്റെ ശില്പിയാണ് ചൗധരി ചരൺ സിംഗ്. അപ്പോൾ അവിടെയും അടുത്ത പ്രോഗ്രസീവായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരാൾക്ക് കൂടി ഭാരതരത്ന കൊടുക്കുകയാണ്. ചൗധരി ചരൺ സിംഗ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് എക്കാലവും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൂടി കൊണ്ടുവരുന്നു. അതിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും. കാരണം ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ച RLD ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പം, ഇന്ത്യ മുന്നണിക്കൊപ്പം UP-യിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെറുമകൻ ജയന്ത് ചൗധരിയാണ് ഇപ്പോൾ RLD-യുടെ ചെയർമാൻ. ജയന്ത് രാഷ്ട്രീയ ലോക്ദളുമായുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് NDA-യിൽ ചേരുന്നതിനായി. UP-യിൽ ഇപ്പോൾ ലോക്സഭയിൽ RLD-ക്ക് സീറ്റില്ല. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ജാട്ട് സമുദായം പടിഞ്ഞാറൻ UP മേഖല, ആ മേഖലയിലൊക്കെ RLD-ക്ക് നന്നായി വോട്ട് പിടിക്കാൻ കഴിയും. ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ നന്നായി വോട്ട് പിടിക്കാൻ കഴിയും. അപ്പോൾ ഈ 80 എന്നുള്ള ആ കംപ്ലീറ്റ് ഫിഗർ സ്വന്തമാക്കാൻ വേണ്ടി RLD-യെയും ഒപ്പം നിർത്തുന്നു. മാത്രമല്ല അവിടെ 4 സീറ്റാണ് ഇപ്പോൾ RLD-ക്ക് മത്സരിക്കാൻ കൊടുക്കാമെന്ന്, അതായത് വരികയാണെങ്കിൽ NDA-ക്ക് ഒപ്പം കൂടുകയാണെങ്കിൽ 4 സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ 4 സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. വാഗ്ദാനം 4 ആണ്. പക്ഷേ ഇവിടെ 7 അഖിലേഷ് പറയുന്നത്. അഖിലേഷ് യാദവ് 7 കൊടുക്കാമെന്ന് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 7 കൊടുക്കാമെന്ന് പറയുമ്പോഴും സമാജ്വാദി പാർട്ടിയിലെ നേതാക്കളെ RLD-യുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് RLD-ക്ക്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കാം സാർ. അത് ഈ ജയന്തിന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ. ജയന്ത് ഇപ്പോൾ SP-യുടെ കോട്ടയിലാണ് രാജ്യസഭയിൽ അംഗമായിരിക്കുന്നത്. ജയന്ത് ചൗധരി SP-യുടെ കോട്ടയിൽ രാജ്യസഭാ അംഗമായിരിക്കുകയാണ്. ആ ജയന്തിനെ പിടിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അത് എപ്പോഴാണ് കൊണ്ടുവയ്ക്കുന്നത്? ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുക്കുന്നു, നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് വരുന്നു. എപ്പോൾ? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് ബംഗാളിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ. ഇവിടെയും അതെ, അടുത്ത ആഴ്ച UP-യിലേക്ക് വരികയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര. അപ്പോൾ അവിടെ ഭാരതരത്ന വരുന്നു, അവിടെ ജയന്ത് ചൗധരി ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും ഇങ്ങനെ കീറി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓരോ ടൈംലി അറ്റാക്സ് ആണ്, സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതരത്നയും. അങ്ങനെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. MS സ്വാമിനാഥൻ നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. കാരണം ആലപ്പുഴ മങ്കൊമ്പുകാരനാണ് അദ്ദേഹം. ഹരിത വിപ്ലവത്തെക്കുറിച്ചൊക്കെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ പഠിച്ചും അറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹരിത വിപ്ലവത്തെക്കുറിച്ചും സ്വാമിനാഥനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു അഭിമാനമാണ്. അതേതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് സ്ഥാപിക്കാൻ ആരും മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മറ്റേതിൽ രണ്ടിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് തോന്നുന്നു. കാരണം കൃത്യമായി ആക്രമിച്ച് കയറുകയാണ്, പാളയത്തിലേക്ക് കയറി ആക്രമിച്ച് അടർത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം കൃത്യമായി നടപ്പാകും. ശരി, ഈ ഭാരത് രത്ന എന്നുള്ളത് രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല.
ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം തന്നെ 5 പേർക്ക് നൽകുന്നത് നടാടെയാണ്. നേരത്തെ പറഞ്ഞല്ലോ 4 വരെ പോയിട്ടുണ്ട്, 5ലേക്ക് എത്തുന്നു. അപ്പോഴും കൃത്യമായ രാഷ്ട്രീയം കാണിക്കുന്നു. നമ്മൾ നേരത്തെ കർപ്പൂരി ഠാക്കൂർ ചർച്ച ചെയ്തിരുന്നതാണ്. അത് അദ്ദേഹം പിന്നാക്ക സംവരണം നടപ്പാക്കിയ വ്യക്തിയാണ്. 26%, സർക്കാർ ജോലിയിൽ 26% സംവരണം നടപ്പാക്കി. അങ്ങനെ അദ്ദേഹം നടപ്പാക്കിയപ്പോൾ അന്ന് ഭരിച്ച ജനതാ പാർട്ടിയിൽ നിന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയത് BJPയുടെ അന്നത്തെ രൂപം ജനസംഘം അതിൽ നിന്ന് പിന്നെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അന്ന് എതിർത്തവരാണ് കർപ്പൂരി ഠാക്കറിനെ ഇപ്പോൾ അംഗീകരിക്കുന്നത്. കർപ്പൂരി ഠാക്കറിനെ അംഗീകരിച്ചതോടുകൂടി നിതീഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചരൺ സിംഗിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മികച്ച കർഷക നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. ജനസംഘിന്റെ ഭാഗമായ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ അട്ടിമറിച്ചിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് ഈ ചൗധരി ചരൺ സിംഗ്. അപ്പോൾ 2 വൈരുദ്ധ്യങ്ങളാണ്. അന്ന് അതിഭീകരമായി എതിർക്കുക, ആ സർക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ പൂർണ്ണമായി എതിരാളികളായി നിൽക്കുന്നവരെ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്കാക്കുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അങ്ങനെ ഒരു തന്ത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ RLDയെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു. RLD സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. RLD വരുന്നത് ഈ ഘട്ടത്തിലാണല്ലോ. ഈ രണ്ടും ഒരേ സമയമാണ് നടക്കുന്നത്. നേരത്തെ ആ ചർച്ചകൾ നടക്കുന്നെന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാരതരത്ന നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ്. 1 ലോക്സഭാ സീറ്റും 2 രാജ്യസഭാ സീറ്റുകളും. അങ്ങനെയാണ് 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റും. അതാണ് വാഗ്ദാനം. മാത്രമല്ല ഈ ജയന്ത് ചൗധരിക്ക് മധുരയാണ്, അത് ഹേമമാലിനിയുടെ സീറ്റാണ് നൽകാൻ പോകുന്നത് എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. അപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നരസിംഹറാവു എന്ത് കാര്യങ്ങൾ നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്? നവ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയ ആദ്യത്തെ നേതാവ്. പക്ഷെ അതിലപ്പുറം വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ബാബ്രി മസ്ജിദ് തകർക്കുമ്പോൾ മൗനം അവലംബിച്ച നേതാവ് എന്നുള്ളതാണ്. കോൺഗ്രസിനെ എല്ലാ കാലത്തേക്കും കുറ്റാരോപിതനാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു നേതാവ് അവിടെ ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നരസിംഹറാവുവിനെ പിന്നീട് പല കാലങ്ങളിലും അംഗീകരിച്ചില്ല എന്നുള്ള വിഷയം അവരുടെ കുടുംബം തന്നെ ഉയർത്തുന്നതും ആ ഭാഗം തന്നെ ഇപ്പോൾ BJPയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓർമ്മിച്ചുകൊണ്ട് അതിനുള്ള ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാബ്രി മസ്ജിദ് തകർത്ത സമയത്ത് മിണ്ടാതെ നിന്ന് മൗനം അവലംബിച്ച നേതാവ് എന്നുള്ളതാണ് ആ അംഗീകാരത്തിനുള്ള പ്രധാന ഘടകമായി വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതൊരു പുതിയ തന്ത്രം. ആ തന്ത്രം വഴി ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. അത് വിജയത്തിന് ഗുണമാകുകയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന സർവേയിൽ UP പൂർണ്ണമായും പിടിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ. BJP പൂർണ്ണമായും UP പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇത്തരം പാർട്ടികളെ കൂടി ഒരുമിച്ചാക്കുക എന്നുള്ളതാണ്. മറിച്ച് നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് ഈ കോൺഗ്രസിൻ്റെ ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ടപ്പോൾ പറയുന്നത് 10 വർഷം കൊണ്ട് BJP മറുകണ്ഠം ചാടിച്ചത് 411 MLA-മാരാണ്. അപ്പോൾ അതൊരു വലിയ കണക്കാണല്ലോ. അപ്പോൾ ഈ കണക്ക് ഈ രൂപത്തിലൊക്കെ നടക്കും. എന്തും സാധ്യമാകും. ഈ രാജ്യത്തെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന പുരസ്കാരം കൂടി രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് മെറിറ്റിൽ സംശയമില്ലല്ലോ. അല്ല, മെറിറ്റിൽ സംശയമുണ്ടെന്നുള്ളത് ഇപ്പം എനിക്ക് PV നരസിംഹറാവുമായി ബന്ധപ്പെട്ട് എനിക്ക് അതൊരു മെറിറ്റാണെന്ന് തോന്നുന്നില്ല. ഈ ഘടകം ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനും പ്രധാനപ്പെട്ട വേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടാകാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ MS സ്വാമിനാഥന് കൊടുത്തു എന്നുള്ള കാര്യം അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അതിലൊരു രാഷ്ട്രീയ തന്ത്രം, അതൊരു സൗത്ത് നോർത്ത് ഡിവൈഡിന്റെ കാലഘട്ടത്തിൽ ഇതൊരു വിമർശനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സി വോട്ടറിലാണെങ്കിലും മറ്റ് സർവേകളിലാണെങ്കിലും സൗത്തില് ഇന്ത്യ ബ്ലോക്കിന്റെ സ്വീപ്പാണ് സൗത്തിൽ നടക്കുന്നത്, നോർത്തിൽ NDAയുടെ സ്വീപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സൗത്ത് പ്രത്യേകിച്ച് കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സമരഘട്ടത്തിലാണ് രാജ്യസഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. അതിനുള്ള മറുപടി കൂടിയാണ്. സൗത്തിൽ നിന്നുള്ള 2 നേതാക്കൾ PV നരസിംഹറാവു വരുന്നു, MS സ്വാമിനാഥൻ, രണ്ടുപേരും അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചില്ലേ എന്നുള്ള മറു ചോദ്യം ഇങ്ങോട്ട് ഉന്നയിക്കാമല്ലോ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഘടകമായിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, രാഷ്ട്രീയ കുതന്ത്രമാണ്. ക്ഷേത്രം മാത്രമല്ല, അവസാന കാലഘട്ടത്തിൽ കുറേയധികം ആയുധങ്ങൾ BJP ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നിരീക്ഷണം. ഇപ്പോൾ ഭാരതരത്നം അതിലൊന്നു മാത്രമാണ്. ഇപ്പോൾ നമ്മൾ വളരെ ടാക്ടിക്കലായി എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഭാരതരത്നം ഒന്നിച്ചല്ലല്ലോ പ്രഖ്യാപിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലുമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആ ആഴ്ചകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അത് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഭാരതരത്നം മാത്രമല്ല, ഇപ്പോൾ ശരത് പവാറിൻ്റെ ക്ലോക്ക് പോയി, ശിവസേനയുടെ അമ്പും വില്ലും പോയി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് വേറൊരു കാര്യത്തിൽ. ഇപ്പോൾ ഭാരതരത്നം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് സജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഭാരതരത്നം ഒരാൾക്ക് കിട്ടുക. അതിന് ഫോർമലായിട്ടുള്ള ഇതൊന്നും വേണ്ട, അതായത് നിർദ്ദേശിക്കൊന്നും വേണ്ട. പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് പറഞ്ഞാൽ അത് ലഭിക്കും.
ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശരത് പവാറിൻ്റെ ക്ലോക്ക് പോയി, ശിവസേനയുടെ അമ്പും വില്ലും പോയി. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ ഞെട്ടിച്ച മറ്റൊരു വാർത്ത എന്താണ്? EVM നിർമ്മിക്കുന്ന ബെല്ലിൻ്റെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായി 4 BJP-കാർ വരികയാണ്. അതായത് നമ്മുടെ ഇലക്ഷൻ മെഷീൻ തയ്യാറാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ 4 BJP-കാർ ഡയറക്ടർമാരായി വരുന്നു എന്നുള്ളതാണ്. അതെന്തിനാണ് വരുന്നത്? അതെന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്നത്? നേരത്തെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കണ്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്നു. അക്കാര്യത്തിൽ വിവിധ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് തന്നെ ആവശ്യപ്പെടുന്നത് ഈ VVPAT എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിലും VVPAT ഒരു വോട്ടറുടെ കയ്യിലേക്ക് അങ്ങനെ നിരവധി ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ED അടക്കമുള്ള ഏജൻസികൾ, ഗവർണർമാർ, സാമ്പത്തിക ഞെരുക്കം, അങ്ങനെ നിരവധി വിഷയങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഭാരതരത്നത്തിലേക്ക് വന്നാൽ നോക്കൂ, BJP-യെ പോലെ ഭാരതരത്നം ദുരുപയോഗിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. നമ്മൾ ഈ ഭാരതരത്നം 1954-ലാണ് ഭാരതരത്നം ഏർപ്പാടാക്കുന്നത്. നോക്കൂ, അതിനുശേഷം എത്ര സർക്കാരുകൾ, കോൺഗ്രസിൻ്റെ ഐക്യമുന്നണി സർക്കാരുകൾ, എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പോൾ ഐക്യമുന്നണി, ഇപ്പോൾ IK ഗുജറാൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദേവഗൗഡ വരുമ്പോൾ, ഇവർക്കൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാമായിരുന്നു. രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം യോഗ്യനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാഷ്ട്രപതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആർക്കാണെന്നറിയാമോ? VD സവർക്കറിൻ്റെ കാലത്ത്, അതായത് വാജ്പേയി സർക്കാർ 1999 VD സവർക്കറുടെ പേര് നിർദ്ദേശിക്കുന്നു. അന്ന് KR നാരായണനാണ് രാഷ്ട്രപതി. അന്ന് രാഷ്ട്രപതി അത് അംഗീകരിച്ചില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടും ഏക സംഭവം അതാണ്. VD സവർക്കർ ആരാണ്? മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയെന്ന് ഇന്ന് BJP കൊണ്ടു നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അന്നത്തെ ആഭ്യന്തരമന്ത്രി, ആക്ഷേപിച്ചയാളാണ് VD സവർക്കർ. ആ VD സവർക്കറിന് വാജ്പേയി സർക്കാർ, വാജ്പേയി എന്ന പ്രധാനമന്ത്രി ഭാരതരത്നം ശുപാർശ ചെയ്തപ്പോൾ അന്നത്തെ രാഷ്ട്രപതി തള്ളിക്കളഞ്ഞത് മാത്രമാണ് നമ്മുടെ ചരിത്രത്തിൽ ഉള്ള ഏക സംഭവം. VD സവർക്കർ നോക്കൂ. പിന്നെ നമ്മൾ JDU-ലേക്ക്, ഇതിപ്പോൾ ചൗധരി ചരൺ സിംഗിൻ്റെ കാര്യത്തിനകത്ത് അവിടെ നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പശ്ചിമ ഉത്തർപ്രദേശിലെ കർഷക ജാട്ട് വോട്ടുകൾക്ക് വേണ്ടിയാണ്. RLD-യുമായി ഇതിനകം തന്നെ സീറ്റ് വിഭജനം, RLD-ക്ക് 7 സീറ്റ് നീക്കിവച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ധാരണയാണ് SP-യും RLD-യും തമ്മിൽ. പക്ഷേ ആ 7 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെ, മുസാഫർപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെ RLD-യുടെ, നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെയല്ല. ഇപ്പം ലീഗിന് സീറ്റ് കൊടുത്താൽ ലീഗിന് കൊടുക്കുന്ന സീറ്റിൽ കോൺഗ്രസ് കയറ്റി ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് കളയും. അങ്ങനെ നമുക്കിവിടെ ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ഇപ്പം മധ്യപ്രദേശിൽ എന്തുകൊണ്ട് കോൺഗ്രസും SP-യും തമ്മിലുള്ള സീറ്റ് ധാരണ നടക്കാതെ പോയി? അവസാന ഘട്ടത്തിൽ കമൽനാഥും സീറ്റ് ധാരണയ്ക്ക് അനുകൂലമായിരുന്നു, 7 സീറ്റുകൾ കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ സീറ്റിൽ മത്സരിക്കാൻ അവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് സിമ്പിൾ തന്നെ നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സീറ്റ് വിഭജനം നടക്കാതെ പോയത്, ആ സഖ്യം ഇല്ലാതെ പോയത്. അപ്പോൾ SP-യും SP-യും RLD-യും തമ്മിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കം ഉപയോഗിച്ചാണ് BJP കയറിയത്. സുജയ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാരതരത്നം കൊടുത്തുകൊണ്ടല്ല JDU NDA-യിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചൗധരി ചരൺ സിംഗിന് ഭാരതരത്നം കൊടുത്തുകൊണ്ടല്ല RLD NDA-യിലേക്ക് വരുന്നത്. അത് അവർക്ക് സുഗമമായി ഇതിനകത്തേക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു വഴിയൊരുക്കലാണ്. ഇപ്പോൾ നേരത്തെ തന്നെ JDU NDA-യുമായി സംസാരിച്ച് ആ ധാരണ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീൽ ചെയ്ത് വെക്കുന്ന ഘട്ടത്തിൽ അപ്പം നമ്മൾ ഇവിടെ ജാതി സംവരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ പിന്നെ ഇനി എങ്ങനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ടേക്ക് കയറി വരിക? കള്ളുഷാപ്പ് കയറുമ്പോൾ നമ്മൾ തലമുണ്ടിട്ട് കയറുന്നുണ്ടല്ലോ എന്നതുപോലെ ഒരു തലമുണ്ടിടൽ മാത്രമാണ് ആർക്ക്? കർപ്പൂരി ഠാക്കൂറിനുള്ള ഭാരതരത്നം. അവർക്ക് സുഖമായി ഞാൻ പറയുന്നത് ഠാക്കൂറിന് കൊടുത്തത് പൊന്നാടയാണ്, സംശയമൊന്നുമില്ല. അക്കാര്യത്തിൽ ചൗധരി ചരൺ സിംഗിന് കൊടുത്തതും പൊന്നാടയാണ്. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ ശക്തിയുക്തം പൊരുതിയിട്ടുള്ള ഒരു നേതാവാണ് ചൗധരി ചരൺ സിംഗ്. അതുകൊണ്ട് ആ പുരസ്കാരം പൊന്നാട തന്നെയാണ്. പക്ഷേ JDU-നെ സംബന്ധിച്ചിടത്തോളം, RLD-യെ സംബന്ധിച്ചിടത്തോളം ഇത് കള്ളുഷാപ്പിലേക്ക് കയറാനുള്ള മുണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കള്ളുഷാപ്പിൽ കയറുന്നവരെയാണോ ഇന്ത്യ മുന്നണി ഇത്രയും കാലം കൂടെ നിർത്തിയിരുന്നത്? ഞാൻ താരതമ്യം പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അപ്പോൾ അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയുക ഭാരതരത്നം കൊടുത്തതുകൊണ്ട് അവർ മുന്നണിയിലേക്ക് ആകർഷിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നുള്ളതല്ല, അതിനുവേണ്ടി രാഷ്ട്രീയമായി ഭാരതരത്നം ഉപയോഗിക്കുന്നു അല്ല, എന്നുള്ളത്. ഇന്ന് അങ്ങനെയാണെങ്കിൽ പറയാനൊരു വാദം ഉണ്ടാക്കി കൊടുക്കുന്നു. 9.25 വർഷക്കാലം നരേന്ദ്രമോദി ആയിരുന്നല്ലോ ഈ ചൗധരി ചരൺ സിംഗ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഈ പറയുന്ന കർപ്പൂരി ഠാക്കൂർ ഉണ്ടായിരുന്നില്ലേ? നേരത്തെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞതുപോലെ അന്നത്തെ ജനസംഘം വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ചൗധരി ചരൺ സിംഗിനെ മാത്രമല്ല, റിസർവേഷൻ കാസയായി കർപ്പൂരി കെ മായി ബിയായി എന്നാണ്, അമ്മയെയാണ് തെറി വിളിച്ചത് അന്നത്തെ ജനസംഘം. RSSും ജനസംഘവും തെറി വിളിച്ചത്. അങ്ങനെയുള്ള കർപ്പൂരി ഠാക്കൂറിനെ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യുമ്പം ജനങ്ങൾ വളരെ അല്പബുദ്ധിക്കാരാണെന്ന് തോന്നുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. ആ വിഭാഗം ആളുകൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാം എന്നല്ലാതെ കർപ്പൂരി ഠാക്കൂറിൻ്റെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ചരൺ സിംഗിൻ്റെ കാര്യത്തിനകത്തോ എന്താണ്, ചരൺ സിംഗ് സ്വാഭാവികമായിട്ടും അന്നത്തെ ജനസംഘത്തിൻ്റെ അന്നത്തെ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനസംഘം എതിരായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് എതിരായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഈ LK അദ്വാനിയുടെ കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ. എന്താ LK അദ്വാനിയെയും നരസിംഹറാവുവിനെയും താരതമ്യം ചെയ്യേണ്ടി വരുന്നത്? നരസിംഹറാവുവിന് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് ഇപ്പം മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ധനമന്ത്രിയെ നിശ്ചയിക്കുന്നതിലൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മളങ്ങനെ ഒരു ധനമന്ത്രിയെ നിയോഗിച്ചു, അപ്പോൾ ആ ധനമന്ത്രി മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണം നടത്തിയൊന്നുമില്ല. PV നരസിംഹറാവു എന്ന് പറയുന്നയാൾ വളരെ ചിന്തകനും പണ്ഡിതനുമായിട്ടുള്ള ഒരാളാണ്, ഒരു തർക്കമില്ല. ഒരുപാട് ഭാഷകൾ അറിയാം. ഒരു PV നരസിംഹറാവുവിന് ശേഷം ഇന്ത്യയുടെ ഒരുപക്ഷെ ഒരു ചിന്തകനായിട്ടുള്ള പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ PV നരസിംഹറാവുവിനെ എന്തുകൊണ്ടാണ് AICC ആസ്ഥാനത്ത് ഡെഡ് ബോഡി കയറ്റാൻ പോലും കോൺഗ്രസ് അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്കുള്ള മറുപടി അതാണ്. 1992 ബാബറി മസ്ജിദ് തകർക്കുമെന്ന് ഏവർക്കും അറിയാവുന്ന ഘട്ടത്തിൽ അന്ന് കല്യാൺ സിംഗ് സർക്കാരുമായി ഒത്തുകളിച്ചു. നിങ്ങൾക്ക് പട്ടാളത്തെ അങ്ങോട്ടേക്ക് അയക്കാമായിരുന്നു. പട്ടാളത്തെ അയക്കാൻ തയ്യാറാകാതെ നോക്കൂ, ഈ പറയുന്ന കർസേവയുടെ കാലഘട്ടത്തിൽ രഥയാത്ര സോമനാഥ് അയോധ്യയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും വലിയ തരത്തിൽ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. 20 കർസേവകർ ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഏറ്റുമുട്ടലിൽ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബീഹാറിലെ പോലീസ്, ഉത്തർപ്രദേശിലെ പോലീസ് കർസേവകരെ തടഞ്ഞതുകൊണ്ടാണ്. സമാനമായ വിധത്തിലുള്ളൊരു ആക്ഷൻ യഥാർത്ഥത്തിൽ PV നരസിംഹറാവുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ, മതേതര വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പടിക്കപ്പുറത്തേക്ക് നരസിംഹറാവുവിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ ട്രോളുകളിലും മറ്റും വരുന്നത് പോലെ ഒരാൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് മിണ്ടി, അയാൾക്ക് ഭാരതരത്നം, ഒരാൾ മിണ്ടിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനും ഭാരതരത്നം എന്ന നിലയിലേക്ക് ഈ കളിയാക്കൽ വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന PV നരസിംഹറാവു ഇപ്പോൾ പരിഗണിക്കപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എം എസ് സ്വാമിനാഥൻ പൂർണ്ണമായും അർഹനാണ്. കോൺഗ്രസിൻ്റെ മറവി എന്നല്ല പറയേണ്ടത്, കോൺഗ്രസിൻ്റെ ഗുരുതരമായ കൃത്യവിലോപം എന്നാണ് പറയേണ്ടത്. MS സ്വാമിനാഥന് ഭാരതരത്നം കൊടുത്തു. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു UPA-യിൽ. അല്ല, പിന്നെ കോൺഗ്രസ് കഴിഞ്ഞ 2009 മുതൽ 2014 വരെ കാലഘട്ടം പോട്ടെ, അത് വിടൂ. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ, കാരണം ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലോ നടന്നല്ലോ. നോക്ക്, നമ്മുടെ നാട്ടിലെ പട്ടിണിയും പരിവട്ടുമായിരുന്നു 1970-കളിലൊക്കെ തന്നെയും. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ, ലോകം അറിയുന്ന ശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മിച്ചധാന്യം ഉണ്ടായിക്കൊടുത്തു. ഇന്ന് കയറ്റുമതി ചെയ്യുന്ന 140 ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഇന്ന് ധാന്യം കയറ്റുമതി ചെയ്യാണ്. എങ്ങനെയാണ് സ്വാമിനാഥൻ ഈ പറയുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് എത്തിയത്? ഏറ്റവും കൂടുതൽ ധാന്യമുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുക എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഒരുപക്ഷേ സൗത്ത് നോർത്ത് ഡിവൈഡിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും, അതിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും MS സ്വാമിനാഥന് കൊടുത്തത് ശേഷം കിട്ടുന്ന ആദ്യ മലയാളി. അതെ. അതുപോലെ തന്നെ ഈ അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും, ഇത് നമ്മൾ നേരത്തെ നരസിംഹറാവുവിനും അതുപോലെ തന്നെ LK അദ്വാനിക്കും കൊടുത്തതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കർപ്പൂരി ഠാക്കൂറും LK മണ്ഡലും കമണ്ഡലിനെയും കോക്ടെയിൽ ചെയ്തു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാണ് അല്ലെങ്കിൽ മണ്ഡലിൻ്റെ രണ്ടാം യുഗം എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നതെങ്കിൽ
നിതീഷ് അത് വെച്ച് കെട്ടിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ രാഹുലിന് അത് ഉയർത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതവിടെ സ്റ്റോൾഡ് ആണ് ആ വിഷയം. രാഹുൽ ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷേ ഉന്നയിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അതിനുകൊണ്ട് അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ രാഹുൽ 5 വെറുതെ സംസ്ഥാനങ്ങളിലെ നടക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. ന്യായം ഒന്നും അപ്പോൾ തേടാത്ത രണ്ടും, യന്ത്രം. അതായത് മണ്ഡലം കമണ്ടലും കോക്ടെയിൽ ചെയ്യാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു രാഷ്ട്രീയ വിജയം കൂടി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. ഈ രാഷ്ട്രീയ വിജയം തന്നെയാണ്. അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന നിതീഷിനെ, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, സ്ഥാപകൻ എന്ന് വിളിക്കാവുന്ന നിതീഷ് കുമാറിനെ NDAയിൽ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത്, RLDയെ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത് രാഷ്ട്രീയ വിജയം തന്നെയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ വെറും രാമക്ഷേത്രം മാത്രമായിരിക്കില്ല, മറ്റു വിഷയങ്ങളുണ്ടാകും എന്നുള്ള നമ്മുടെ പഴയ തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്ന് ചേരുന്നത് NDAയിലേക്കാണ്. അല്ല, ധാർമ്മികതയില്ലാത്ത തന്ത്രങ്ങളെ ഇപ്പോൾ ചാണക്യതന്ത്രമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതൊരു വലിയ വിജയമായിട്ട് എന്താണ്, വലിയ അഭിമാനത്തോടു കൂടി തന്നെ അഭിമാനത്തോടെ ആളുകൾ വന്നണയുമ്പോൾ അതിനെക്കുറിച്ച് ഇനിയും ഇങ്ങനെ ബോധ്യപ്പെടാതെ ഇങ്ങനെ കിണറ്റിൽ കഴിയുന്ന കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണല്ലോ, കൊടുത്തിട്ട് വാങ്ങിയാണ്. അല്ലല്ലോ, നികേഷ് സാർ പറഞ്ഞല്ലോ, കൊടുത്തിട്ടല്ല. അത് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐസിംഗ് ഓൺ ദ കേക്ക്. പാർട്ടി എങ്ങോട്ട് എടുക്കുന്നു, ഇന്ന സ്ഥലത്ത് സീറ്റ് തരാമെന്ന് പറയുന്നു, ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണല്ലോ. വാഗ്ദാനങ്ങളെ പുറത്താണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് MLA-മാരെ മാത്രം കണക്ക്. MLA-മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്നിപ്പോ BJPയിൽ ആരാ ഉള്ളത്? പഴയ കോൺഗ്രസ്സുകാരല്ലേ ഉള്ളത്, അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയ, എത്രയധികം രാഷ്ട്രീയ പാർട്ടികളെ BJP തകർത്തു, എത്രയധികം ആളുകളെ BJP, എത്രയധികം അഴിമതിക്കാരെ BJP സ്വന്തം പാളയത്തിൽ എത്തിച്ച് തുടർന്നും അവരെ അഴിമതി അജിത് പവാർ ഇപ്പൊ എന്താണ്? അജിത് പവാർ ഇപ്പൊ എന്താണ്? ഒരു കുഴപ്പമില്ലാത്ത ആളായി. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സിദ്ദിഖി എന്ന് പറയുന്ന ഒരാൾ BJPയിലേക്ക് പോയല്ലോ, അല്ല അജിത് പവാറിന്റെ പാർട്ടിയിലേക്ക് പോയല്ലോ. എന്താ കാര്യം? അയാൾക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടക്കുന്ന അഴിമതിക്കാരായ ആളുകളുടെ കൂടാരമായി NDA മാറിയിരിക്കുന്നു എന്നുള്ള ഇത് തകരാൻ പോകുന്നത്, സുജിയെ എഴുതി വെച്ചോളൂ, ഇത് തകരാൻ പോകുന്നത് ഈ അഴിമതിക്കാരെ കൊണ്ടും ഈ പറയുന്ന ദുഷ്ടശക്തികളെ കൊണ്ടുമായിരിക്കും എന്നുള്ളതാണ്. ജനസംഘം അതിനൊരു റോൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് പിന്നീട് BJP ആയ ഘട്ടത്തിൽ ഞാൻ തന്നെ പാർലമെൻറ്റിൽ അദ്വാനിയുടെ പ്രസംഗം, ഞങ്ങളെ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പാർട്ടി വിത്ത് എ ഡിഫറൻസ് ആണ്. എങ്ങനെയാണെന്നറിയാമോ? അഴിമതിക്കാരുടെ കൂടാരമായ ഒരു വ്യത്യസ്തതയാണ് ഇന്ന് BJPക്ക് അവകാശപ്പെടാൻ കഴിയുക. UPA കാലത്തെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രവും പാർലമെന്റിൽ വന്നിരുന്നു. ആ സംവിധാനത്തെ ഇങ്ങനെ എന്താ പറയുക, UPA കാലത്തെ അഴിമതിയിൽ നിന്നാണല്ലോ ഞങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടാണെന്നേ ഞങ്ങളെ പുറത്താക്കിയത്. അപ്പൊ 2014 നടന്ന കാര്യങ്ങൾ 2024 ധവളപത്രം ഇറക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും കാണിക്കാൻ, എന്ന് വെച്ചാൽ BJPക്ക് ഒന്നും കാണിക്കാനില്ല, ഒന്നും കാണിക്കാനില്ല. അല്ല, പ്രോഗ്രസ് റിപ്പോർട്ട് പ്ലസ് കെടുകാര്യസ്ഥതയും അഴിമതിയും രണ്ടും കൂടി ചേർത്ത് തന്നെയാണ്. അതൊരു കംപ്ലീറ്റ് ഡിഷാണ് സർ. ഏതായാലും ആ ഡിഷൊക്കെ ഇപ്പൊ എന്തായാലും വിറ്റുപോകും. ഈ രാഷ്ട്രീയ തന്ത്രമാണെന്നുള്ള കാര്യത്തിൽ 3 പേർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നല്ല തന്ത്രം എന്നുള്ളതാണ് സുജയ പറയുന്നത്. രാഷ്ട്രീയ തന്ത്രം എന്നുള്ള ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം, അതായത് മുൻ സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് പ്രധാനമന്ത്രി ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കി മുഖ്യധാരയുടെ ഭാഗമല്ലാത്ത ആളുകളെ, തിരസ്കരിക്കപ്പെട്ട് കിടന്നിരുന്ന ആളുകളെയും ഭാരതരത്ന കൊടുത്തു, അനുമോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും അത് കുതന്ത്രം എന്ന ഇതിലാണ്. നിങ്ങൾക്ക് കുതന്ത്രം, എനിക്ക് അത് നല്ല തന്ത്രം. ശരി, യെസ് എന്ന് 3. Meet the editors.